പിതാവായ ദൈവമേ, അനുഗ്രഹകരണ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ നവവത്സരത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിവിധങ്ങളായിരിക്കുന്ന പ്രതീക്ഷകളുമായി ഇതാ ഒരു വർഷം പിന്നിടുമ്പോൾ മറ്റൊരു വർഷം ഞങ്ങൾ കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ നവവത്സരം അനുഗ്രഹത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഒരു വർഷമാക്കി മാറ്റിത്തരണമേ. ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, കുടുംബങ്ങളെയും, സ്ഥാപനങ്ങളെയും, കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കുക. ഈശോയെ അനുഗ്രഹിക്കുക. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇതാ നവവത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു വർഷം പിന്നിട്ടു. 2013 ഇതാ വന്നു ചേർന്നിരിക്കുകയാണ്. ഒരു പക്ഷേ പ്രതീക്ഷിക്കാത്ത കുറെ അനുഗ്രഹങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത കുറെ പ്രതിസന്ധികളെയും നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. കുറെ തെറ്റുകളിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇന്നലെയുടെ തെറ്റുകളിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് പല പാഠങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ അനുഭവ പാഠത്തിന്റെ ചവിട്ടുപടിയിൽ കയറി നിന്നുകൊണ്ട് നവവത്സരത്തിന്റെ ഈ മൂടിക ഒന്ന് തുറക്കുകയാണ്. അവിടേക്ക് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശയ്യായുടെ പുസ്തകം 60-ാം അധ്യായം 1-ാം തിരുവാക്യം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഉണർന്ന് പ്രശോഭിക്കാനായിട്ട്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരാൻ, വിദ്വേഷത്തിൽ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ, നിന്റെ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് കടന്നു വരാൻ, നീ ഉണർന്ന് പ്രശോഭിക്കാനായിട്ട് ഈ നവവത്സരത്തിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട്, പ്രിയപ്പെട്ടവരെ, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം. വന്നുപോയ കുറവുകൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഈ നവവത്സരം ദൈവാനുഗ്രഹത്തിന്റെ ഒരു കാലഘട്ടമാക്കി മാറ്റുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 365 ദിവസമുണ്ടെങ്കിൽ ആ 365 ദിവസവും ഒരു അനുഗ്രഹമായി മാറണം. അങ്ങനെ നമ്മൾ ഉണർന്ന് പ്രശോഭിക്കേണ്ടത്. അത് സാധ്യതപ്രായമായി തീരണമെങ്കിൽ സമയത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ ഈ കേൾക്കാൻ ഉപയോഗിക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. 365 ദിവസമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ ദിവസവും 24 മണിക്കൂറും, മണിക്കൂറിൽ 60 മിനിറ്റുകളും, മിനിറ്റിലെ 60 സെക്കൻഡുകളും ഏറ്റവും നന്നായി വിനിയോഗിക്കാനായിട്ട് ഒരു വ്യക്തി തീരുമാനമെടുക്കുമെങ്കിൽ അവൻ ഉണർന്ന് പ്രശോഭിക്കുകയാണ് ചെയ്യുന്നത്. ആയുസ്സിന്റെ ഹ്രസ്വത നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് സമയം നന്നായി വിനിയോഗിക്കാൻ സാധിക്കുക. പരീക്ഷ എഴുതുന്ന കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പരീക്ഷ തീരുന്നതിനേക്കാൾ മുമ്പ് 5-10 മിനിറ്റ് നേരം മണി അടിച്ചു കഴിയുമ്പോഴാണ്, സമയം തീരുമ്പോഴാണ് സമയത്തിന്റെ വില നമ്മൾ അറിയുള്ളൂ. അയ്യോ, ക്വസ്റ്റ്യൻസ് മുഴുവൻ തീർന്നില്ലല്ലോ, ഇനിയും ചോദ്യങ്ങൾ പലത് എഴുതി തരാറുണ്ടല്ലോ. അവന് കിട്ടിയിരിക്കുന്ന സമയത്തെ അവൻ വേണ്ട വിധത്തിൽ ഓരോ ചോദ്യങ്ങൾക്കും വേണ്ട വിധത്തിൽ സമയം കൊടുക്കാത്തതിന്റെ പേരിൽ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാതെ പോയി അവന് കുറഞ്ഞ മാർക്കോടുകൂടി സംതൃപ്തിപ്പെടേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ വർഷം എന്ന് പറയുന്നത് പഴയ പാപം ആവർത്തിക്കാനുള്ള അവസരമല്ല എന്ന് അസന്നിഗ്ധമായി പറയുവാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നു. പുതിയ വർഷത്തിൽ
പഴയ പാപങ്ങൾ ആവർത്തിക്കാനായിട്ടുള്ള അവസരങ്ങളാക്കി മാറ്റാതെ പുതിയ വർഷത്തിൽ നന്മ ചെയ്ത് ഹൃദയവും കുടുംബവും സമൂഹവും സ്ഥാപനവും നിറയ്ക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് ഈശോ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ക്രിസ്തുവിനെ ധരിക്കുക, പുതിയ സൃഷ്ടിയായി തീരുക, സ്വയം വിശുദ്ധീകരിക്കുക, നവീകരിക്കുക. റോമക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചു തരുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണമായത് എന്തെന്ന് വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എപ്പോൾ? മനസ്സിന് നവീകരണം കൈവരിക്കുമ്പോൾ. അതുകൊണ്ട് ഈ നവവത്സരത്തിൽ നവീകരണത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും സന്ദേശമാണ് ദൈവമായ കർത്താവ് നമുക്ക് തരുന്നത്. നമ്മുടെ ഹൃദയത്തെ നവീകരിച്ച്, നമ്മുടെ ജീവിതത്തെ നവീകരിച്ച്, നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിച്ച് ഒരു പുതിയ അവസ്ഥയിലേക്ക് കടക്കാൻ, ക്രിസ്തുവിൽ നവീകരിക്കപ്പെടാൻ അവിടുന്ന് നിർദ്ദേശം തരികയാണ്. രണ്ടാമത്തെ സന്ദേശം ക്രിസ്തു സംവാഹയായി തീരുവാൻ. ക്രിസ്തുവിനെ സംവഹിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്തു സംവാഹകൻ എന്ന് പറയുന്നത്. ദൈവത്തെ സംവഹിക്കുന്ന ഒരു വ്യക്തിയായി തീരുക. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 10-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകേണ്ടതിന് അവിടുത്തെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ സംവഹിക്കുന്നു. യേശുവിന്റെ മരണം സംവഹിച്ചുകൊണ്ട് നടക്കുന്നവനാണ് ക്രിസ്തു സംവാഹകൻ എന്ന് പറയുന്നത്. യേശുവിനെ സംവഹിക്കുന്നവൻ, യേശുവിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ, യേശു പഠിപ്പിച്ചത് പഠിപ്പിക്കുന്നവൻ, യേശു ജീവിക്കുന്നവൻ, യേശുവിന്റെ മരണം സംവഹിക്കുന്നവൻ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-ാം തിരുവാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, ഞാൻ എന്റെ ശരീരത്തിൽ യേശുവിന്റെ അടയാളങ്ങൾ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അടയാളങ്ങൾ ഞാൻ എന്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപരനെ സ്നേഹിച്ചതിന്റെ പേരിൽ എനിക്ക് പരിക്കേറ്റിട്ടുണ്ടോ? അപരനോട് ക്ഷമിച്ചതിന്റെ പേരിൽ എനിക്ക് ക്ഷതങ്ങളേറ്റിട്ടുണ്ടോ? അപരനെ മാനിച്ചതിന്റെ പേരിൽ എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? യേശുവിന്റെ മുറിവുകൾ ശരീരത്തിൽ സംവഹിക്കാൻ ഉത്ഥാനം ചെയ്ത യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ മുറിവ് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്. മുറിവേറ്റ ക്രിസ്തുവാണ് യഥാർത്ഥമായ ക്രിസ്തു. മുറിവേറ്റ വ്യക്തിയാണ് യഥാർത്ഥമായ ക്രിസ്തു സംവാഹകൻ. സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദര സഹോദരി, നീ മുറിവേറ്റിട്ടുണ്ട് എങ്കിൽ, വേദന സഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ ക്രിസ്തുവിനെ സംവഹിക്കുന്ന ഒരു ക്രിസ്തു സംവാഹകനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് 91-ാം സങ്കീർത്തനം 14-ാം തിരുവാക്യത്തിൽ, അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ശ്രദ്ധിക്കണേ, അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. തീർന്നില്ല, കാഷ്ടരുടെ കാലത്ത് അവന്റെ നിലവിളി ഞാൻ കേൾക്കും, അവന് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും. ക്രിസ്തുവിനെ സംവഹിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടുന്ന് നൽകുന്ന വാഗ്ദാനമാണ് 91-ാം സങ്കീർത്തനം 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കേട്ടത്. അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും.
മാത്രവുമല്ല, അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ആത്മീയമായ സംരക്ഷണവും ഭൗതികമായ സംരക്ഷണം അവന് നൽകും. എന്നിട്ട് പറയുകയാണ്, അവന് കഷ്ടപ്പാടുണ്ടായാൽ, അവന് രോഗമുണ്ടായാൽ, അവന് വേദനയുണ്ടായാൽ, അവന്റെ കഷ്ടപ്പാടുണ്ടായാൽ ഞാൻ അവന്റെ നിലവിളി കേട്ട് അവന് പ്രത്യുത്തരം നൽകും. കൂട്ടിച്ചേർക്കുന്നു, അവന് ദീർഘായുസ്സു നൽകി അവനെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഹൃദയത്തിൽ യേശുവിനെ സംവഹിക്കുന്നവർ അവിടുത്തെ മരണം സംവഹിച്ചുകൊണ്ട് നടക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന്റെ മുറിവുകൾ, അടയാളങ്ങൾ പതിച്ചുകൊണ്ട് നടക്കുന്നു. മാത്രമല്ല, അവന്റെ ശരണം മുഴുവൻ ദൈവത്തിൽ വെച്ച് നടക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. എന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രിയപ്പെട്ടവരെ, ക്രിസ്തു സംവാഹകർ എന്ന് പറയുന്നത്. എന്റെ സുഖവും ദൈവത്തിന്റെ സുഖവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ദൈവസുഖത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അവർ ക്രിസ്തു സംവാഹകനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അവസാനമായി, ഈ നവവത്സരത്തിൽ ഒരു നല്ല വ്യക്തിയായി തീരുക. ഒരു നല്ല വ്യക്തിയായി തീരുക. ആരാണ് നല്ല വ്യക്തി എന്ന് പറയുന്നത്? ദൈവത്തിൽ ശരണം വെക്കുന്ന വ്യക്തി, അവിടത്തെ മുൻപിൽ ഹൃദയം തുറക്കുന്ന വ്യക്തി, ദൈവത്തിൽ എല്ലാ സങ്കേതവും കൊടുക്കുന്ന വ്യക്തി നല്ല വ്യക്തിയാണ്. അവിടെ പ്രത്യേകത എന്താണ്? അത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള വ്യക്തിയാണ്. ചില മാതാപിതാക്കന്മാർ കുടുംബത്തിന് വേണ്ടി എത്രയോ പ്രയോജനമുള്ള വ്യക്തികളാണ്. ഒരു മിനിറ്റ് വൈകിയാൽ ഭാര്യയ്ക്ക് വിഷമമായി, മക്കൾക്ക് സങ്കടമായി. പ്രയോജനമുള്ളവരാണ്. പ്രയോജനമില്ലാത്തവരാണെങ്കിലോ എവിടെയെങ്കിലും പോയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെയല്ലേ പറയുക. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രയോജനമുള്ള വ്യക്തിയാണ്. ദൈവാലയത്തിൽ അവന് പ്രയോജനമുണ്ട്, സമൂഹത്തിൽ അവൻ പ്രയോജനമുള്ളവനാണ്, കുടുംബത്തിൽ പ്രയോജനമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള വ്യക്തി നല്ല വ്യക്തിയാണ്. രണ്ടാമതായി, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന വ്യക്തി. ചില കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നോക്കി നിൽക്കാറുണ്ട്. എന്നിട്ട് ഞാൻ മനസ്സിലിങ്ങനെ ആ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ, ആ പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് പോലെ ബലിയർപ്പിക്കാൻ, ആ പ്രേക്ഷിതൻ നടന്നു നീങ്ങുന്നത് പോലെ നടന്നു നീങ്ങാൻ ഞാനിങ്ങനെ ഹൃദയത്തിൽ കാണാറുണ്ട്. അങ്ങനെ മാതൃക നൽകുന്ന കുറേ വ്യക്തികളെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മുടെ ഓരോരുത്തരും. നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ വലിയ ആഴമായ ബോധ്യവും അവബോധവും ഉള്ളവർക്കാണ് നല്ല വ്യക്തിയായി, പ്രയോജനം നൽകുന്ന വ്യക്തിയായി, പ്രചോദനം നൽകുന്ന വ്യക്തിയായി. കുറച്ചുകൂടി ഞാൻ ആഴത്തിലേക്ക് കടന്നു ചെന്നാൽ ഞാൻ പറയും, മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന വ്യക്തി നല്ല വ്യക്തിയാണ്. ഒരു സങ്കടവുമായി ഒരാൾ കടന്നു വരികയാണ്. അവൻ്റെ സാന്നിധ്യം, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ സദ്വചനങ്ങൾ അവന് ജീവിക്കാൻ പ്രത്യാശ കൊടുക്കാം. പ്രത്യാശ മറ്റുള്ളവർക്ക് നൽകുന്ന വ്യക്തി നല്ല വ്യക്തിയാണ്. വീണ്ടും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി നല്ല വ്യക്തിയാണ്. എനിക്ക് ഭക്ഷണമില്ല, എനിക്ക് ആരോഗ്യമില്ല, എൻ്റെ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, എൻ്റെ എന്ന് വിട്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി നല്ല വ്യക്തിയാണ്. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളും എന്ന് മറക്കരുത്. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാൻ പോകുമ്പോൾ
നമ്മുടെ കാര്യം കർത്താവ് ഏറ്റെടുത്ത് നടത്തി തരും. നമ്മൾ ദൈവിക ശുശ്രൂഷകളിലും ദൈവിക കാര്യങ്ങളിലും നമ്മൾ തൽപരരായി തീരുമ്പോൾ നമ്മുടെ കാര്യം, നമ്മുടെ കുടുംബത്തിന്റെ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ കാര്യം കർത്താവ് ഏറ്റെടുത്ത് നടത്തി തരും. അവസാനമായി മറ്റുള്ളവരെ വളർത്തുന്ന വ്യക്തികളായി നമ്മൾ മാറണം. മറ്റുള്ളവരെ നമ്മൾ വളർത്തണം. പ്രിയപ്പെട്ടവരെ, ജീസസിന്റെ ഏറ്റവും വലിയ വിജയം താൻ ഈ ലോകത്തിലൂടെ യാത്ര പറഞ്ഞ് പോകുന്നതിനേക്കാൾ മുമ്പ് 12 പേരെ അവിടുന്ന് വളർത്തി. അവരാണ് ലോകം മുഴുവനും കടന്നു ചെല്ലുന്നത്. ഇപ്പൊ ഒരു വീട്ടിൽ അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ അപ്പന് പകരക്കാരായി മക്കൾ വളർന്നു വരുന്ന കാണുന്നില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്, ആ ബിസിനസ് വളർന്നു വരുമ്പോൾ അതിന് ഒപ്പം വളർത്തുന്ന മാനേജറോടൊപ്പം വളർത്തുന്ന ആളുകളെ കാണാറില്ലേ? മറ്റുള്ളവർ നമ്മൾ വളർത്തണം. ടു ഗ്രോ. മറ്റുള്ളവരും വളരട്ടെ. വളർത്തുവാനായിട്ട് എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും വിട്ടുകൊടുക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നല്ല വ്യക്തിയാണ്. എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത്, എനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവികമായ ദാനവരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നാം വിനിയോഗിക്കുവാൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും മറ്റൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പറയും, ദ മാൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ്. സ്വന്തം കാര്യം ഒന്നും നോക്കിയിട്ടില്ല. ദ മാൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ. അവസാനമുണ്ടായിരുന്ന ഒരു തുള്ളി രക്തവും ഇതാ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ്. കുരിശൻ ചുവട്ടിൽ ആ കുന്തം കൊണ്ട് കുത്തുന്ന സമയത്ത് ആ ഹൃദയത്തിൽ വീഴുന്ന രക്തത്തുള്ളികൾ ഒരു കുരുടന്റെ കണ്ണിൽ വന്ന് വീഴുന്നു. അതവന് കാഴ്ചയായി മാറുന്നു. മറ്റുള്ളവരെ വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളായി മാറും. അതല്ലേ വചനം നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവാക്യം, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഈ നവവത്സരത്തിൽ എൻ്റെ ഹൃദയത്തെ പുതുക്കി പണിയാം. നമ്മുടെ കുടുംബത്തെ പുതുക്കി പണിയാം. നമ്മൾ ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന നമ്മുടെ ദേശത്തെ പുതുക്കി പണിയാം. സകലതും പുതുപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്കാണ് നിങ്ങളെ ഫലമേൽപ്പിക്കുന്നത്. ഈ നവവത്സരത്തിൽ അനുഗ്രഹീരണ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും, എല്ലാ യുവജനങ്ങളെയും, എല്ലാ ബാലിക ബാലന്മാരെയും, എല്ലാ ദമ്പതികളെയും, എല്ലാ നേതാക്കന്മാരെയും, സമുദായ സ്നേഹികളെയും, മതാചാര്യന്മാരെയും ദൈവം പുതുക്കി പണിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പുതുവത്സരത്തിൽ കർത്താവിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ കരങ്ങളിലേക്ക് വീണ്ടും ഇതാ പുനർസമർപ്പണം ചെയ്യുന്നു. നിത്യനായ ദൈവമേ, പുതുവത്സരത്തിൽ പ്രവേശിക്കുവാൻ നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾ സൃഷ്ടിച്ചു തരണമേ. അചഞ്ചലമായ വിശ്വാസം ഞങ്ങൾക്ക് പകർന്നു തരണമേ. പ്രലോഭനങ്ങൾ അതിജീവിക്കുവാനും പരീക്ഷകളെ നേരിടുവാനും വലിയ വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും വക്താക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പേര് മെറീന, വീട് കൊടകര. എനിക്ക് 2 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ ശരീരത്തിൽ മുഴുവൻ നീരും പെട്ടെന്നൊരു പനിയും വന്നു. ഞങ്ങൾ ധന്യയിൽ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ടെസ്റ്റുകൾ നടത്തി പറഞ്ഞു 2 കിഡ്നിയും ചുങ്ങി, രക്ഷപ്പെടാനൊരു സാധ്യതയില്ല. നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കിനി വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണിക്കണമെങ്കിൽ കാണിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ സെൻറ്റ് ജെയിംസിൽ ഒരു കിഡ്നിയുടെ ഡോക്ടർ അമലയിൽ നിന്ന് വരുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സ്കാൻ ചെയ്തു, അവിടെ ടെസ്റ്റുകൾ നടത്തി. ഡോക്ടറും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞു 1 മാസം
ഇഞ്ചക്ഷനും മരുന്നും നമുക്ക് ചെയ്ത് നോക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തുടർന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. 2-ാം തീയതി ഞാൻ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമായിരുന്നു. ഞാൻ ഇവിടെ വന്നിരുന്നു. 2-ാം തീയതി പ്രയറിൽ ഞാനുണ്ട്. ഞങ്ങളിവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. അന്ന് പട്ടച്ചനെ കാണാൻ സാധിച്ചില്ല. കാനാട്ടച്ചനോട് പറഞ്ഞു, അച്ഛൻ അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ, വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇഞ്ചക്ഷനും മരുന്ന് കുറച്ച് കിട്ടുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, വ്യത്യാസമുണ്ട്, ഈ മരുന്ന് തന്നെ തുടർന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. പ്രാർത്ഥന എന്നും ഞാനിവിടെ ഏതാനും വെള്ളിയാഴ്ച വരാറുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു. 2-ാമത്തെ മാസം വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ്, എൻ്റെ അമ്മയുടെ ഇഞ്ചക്ഷൻ എടുത്ത് മാറ്റുകയാണെങ്കിൽ കുറച്ച് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ വിഷൻ പ്രോഗ്രാമിന് വേണ്ടി മാസം കുറച്ച് പൈസ അടയ്ക്കാം, അപ്പസ്തോലിൽ ചേർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ മാസം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇഞ്ചക്ഷന് മരുന്ന് ഒരെണ്ണം കുറയ്ക്കാം, 2000 രൂപയാണ് ഒരു ഇഞ്ചക്ഷന് മരുന്ന്, എല്ലാ ആഴ്ചയിലും ചെയ്യണം. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ്റെ മരുന്ന് കുറച്ച് 10 ദിവസം കൂടുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. 4-ാമത്തെ മാസം ഡോക്ടറെ കണ്ടത് ഈ കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഞാൻ 2-ാം തീയതി ഞങ്ങൾ പ്രയർ ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടത്തച്ഛനും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് മുറിക്കാനായിട്ട്. അച്ഛൻ വന്നപ്പോൾ ഞാൻ അമ്മേനെ കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു, കണ്ണിന് കാഴ്ച കുറവാണ്. അച്ഛൻ വന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ അങ്ങനെ ഇഞ്ചക്ഷനും മരുന്ന് ഇത്രയും പൈസയാണ്, ഒരു മാസം 10,000 രൂപയോളം വേണം, ആങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി കുറവാണ്, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കും, ഇഞ്ചക്ഷനും മരുന്നൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ തലയിൽ കൈ വെച്ച് അമ്മയുടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ചിരിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പോക്കോ, കൺവെൻഷൻ നാളുകളിൽ ഇഞ്ചക്ഷൻ്റെ മരുന്നും രോഗവും മാറും, ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ എടുത്തു മാറ്റും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇവിടുന്ന് അമ്മേനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നു. അവിടെ നിന്ന് ഡോക്ടർ ചോദിച്ചു, കുറവായോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഇപ്പോൾ കുറവുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞു, അമ്മച്ചിയുടെ രോഗം എല്ലാം മാറിയിട്ടുണ്ട്, ഇനി മരുന്നൊന്നും കഴിക്കേണ്ട, 4 മാസം കഴിയുമ്പോൾ ചെക്കപ്പിനൊന്ന് വരാൻ പറഞ്ഞു. ഞാൻ നിയോഗം വെച്ചതുപോലെ പൈസ ഇവിടെ അടക്കിയിട്ടുണ്ടായിരുന്നു, 500 വെച്ച് മാസം ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ വിഷൻ പ്രോഗ്രാമിന് അടയ്ക്കുന്നുണ്ട്. പിന്നെ 2-ാമത്തെ സാക്ഷി എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. എൻ്റെ മോൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. 4ാം സെമസ്റ്റർ പരീക്ഷയിൽ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ആ പരീക്ഷയിൽ ഞാൻ എന്തായാലും തോൽക്കും, അത്രയും ബുദ്ധിമുട്ടുള്ള പരീക്ഷയായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എന്നും ഇവിടെ കുരിശിൻ്റെ ആരാധന സമയത്ത് ആ വിഷയം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ വിഷയം ജയിച്ചു. റിസൾട്ട് വന്നപ്പോൾ ആ വിഷയം ജയിക്കും എന്ന് പറഞ്ഞ 2 വിഷയം അവൻ തോറ്റു. സങ്കടം തോന്നി. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു മാതാവിനോട്. ഞാൻ നിയോഗം വെച്ചു, മോനെ അപ്പസ്തോലിൽ ചേർത്തു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ റിവാൽവേഷൻ കൊടുക്കാൻ പോവാണ്, ആ വിഷയം ജയിക്കുകയാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം അറിയാമെന്ന് ഞാൻ നേർന്നു. റിവാൽവേഷൻ കൊടുത്തു. റിസൾട്ട് വന്നു. മോൻ 2 വിഷയത്തിലും ജയിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ റോസിയുടെ ഒരു വലിയ വിശ്വാസമാണ്. 40 മണിക്കൂർ ആരാധന നടക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. യേശു അപ്പമായിട്ട് അമ്മയുടെ അധരത്തിലേക്ക് കടന്നു വന്നതാണ്. അങ്ങനെയാണ് ആ രോഗം മാറിപ്പോയത്. പ്രിയപ്പെട്ടവരെ, കൺവെൻഷൻ നാളുകളിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ അത് തിരുവെഴുത്ത് നിറവേറുവാൻ വേണ്ടിയിട്ട് ദിവ്യകാരുണ്യനാഥന് 40 മണിക്കൂർ ആരാധന കൺവെൻഷൻ മുമ്പ് നടത്തിയതാണ്. ആ യേശുവാണ് റോസിയുടെ അമ്മയെ സൗഖ്യപ്പെടുത്തി. സുഖം കിട്ടി പോകുകയല്ല അവൾ ചെയ്ത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ജെറൂസലം വിഷന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പോർഷൻ മാത്രമല്ല, കൺവെൻഷൻ അപ്പസ്തമാല ചേർക്കാനായിട്ട് ഒരു പ്രേക്ഷിത. കൈകളടിച്ച് കർത്താവിനോട് നന്ദി പറയാം. നമുക്ക് സൗഖ്യം കിട്ടുന്നത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കിട്ടാം. എൻ്റെ പേര് സോണിയ. ഞാൻ എടുത്തിട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. എനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പ് കണ്ടു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു മിൽക്ക് മെറ്റീരിയലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാട്ടി. അപ്പോൾ ഡോക്ടർ ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അൾട്രാസോഫ്റ്റ് സ്കാൻ ചെയ്തു. അപ്പോൾ അതിൽ പഴുപ്പാണ്, പാല് കെട്ടിയിട്ട് പഴുപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഡോക്ടർ കീറി കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെയും ആ തടിപ്പ് അങ്ങനെ തന്നെ നിൽക്കണത് കണ്ടു. അപ്പോൾ ഡോക്ടറെ കാട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് 3 മാസത്തിന് ശേഷം നോക്കിയിട്ട് മാറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ബയോപ്സി ടെസ്റ്റിന് അയക്കണമെന്ന് പറഞ്ഞു. പക്ഷേ 5 ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഡോക്ടർ 2ാമത് കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് സർജനെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു ഇപ്പോൾ കുഞ്ഞ് പാല് കുടിക്കുന്ന കാരണം 1.5 വയസ്സിന് ശേഷം പാല് കൂടി നിർത്തിയതിന് ശേഷം മാമോഗ്രാഫ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് മുൻപ് മാമോഗ്രാഫ് ടെസ്റ്റ് ചെയ്തു, അൾട്രാ സ്കാനിങ് ചെയ്തു. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല, അത് മിൽക്ക് മെറ്റീരിയൽ ഒരു ഇതാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നിമിഷം ഒരു വലിയ രോഗഭയത്തിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച
കുടുംബത്തിനും തലമുറയ്ക്കും ഒരു അനുഗ്രഹമായി മാറിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്.